ശ്രീ എം കെ ഹരിദാസ്, ഈ ഇഡിയുടെ കണ്ടെത്തലിൽ വസ്തുത ഉണ്ടോ ഇല്ലയോ? വലിയ ക്യാൻവാസിലേക്ക് സഹകരണ സംഘങ്ങളെ മറയാക്കിക്കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കോടികളുടെ കൊള്ളയ്ക്ക് 4 പേരുടെ മരണത്തിനും ഒരു ദുരൂഹ മരണത്തിനും ഇടയാക്കിയ വിധത്തിലുള്ള ഒരു കൊള്ള അതിൻ്റെതായ ആഴത്തിലും അതിൻ്റെതായ ഗൗരവത്തിലും എടുക്കാൻ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ആയിട്ടില്ല മഞ്ജുഷേ. കേവല പ്രഹസനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീജിത്ത് പറയുന്നത് കേട്ടു, ശ്രീജിത്ത് പറയുന്നത് കേട്ടു, CPM-ന്റെ മറ്റേ എന്താ പറയേണ്ടത്, ഗോവിന്ദന്റെ വാക്കുകളിൽ ഭയം കലർന്നിട്ടുണ്ടെന്ന്. കുട്ടനെല്ലൂർ ബാങ്കിൽ നടന്നിട്ട്, തൃശ്ശൂർ കുട്ടനെല്ലൂർ ബാങ്കിൽ നടന്നിട്ടുള്ള ഈ ക്രമക്കേട് പാർട്ടി ഓഫീസിൽ ഇരുന്നു കൊണ്ടാണ് സെറ്റിൽ ചെയ്തിട്ട് ആ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മൈലപ്ര എന്ന് പറയുന്ന ബാങ്കിൽ 86 കോടി രൂപയുടെ പ്രശ്നം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. എന്തായി ആ 86 കോടി രൂപയുടെ പ്രശ്നം? ഈ കേന്ദ്ര സർക്കാരിനെ ഇഡിക്കോ അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കണ്ടലയിലെ ഒരു ബാസുരാങ്കനെയും മകനെയും പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബാസുരാങ്കനെ ഈ CPI-യുടെ പ്രതിനിധിയാണ് അദ്ദേഹം. CPI-യേക്കാൾ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നത് CPM-നോടും കോൺഗ്രസ് നേതാക്കളോടുമാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറയുന്നു. രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ ഒരു അത്രയും നന്നായി ചികിത്സിക്കുന്ന ഒരു ഫിസിഷ്യൻ്റെ വീട്ടിൽ കാണാവുന്ന തിരക്ക് കാണാമായിരുന്നുവെന്നും ഈ സർക്കാരിൽ നിന്നും നേടാനുള്ള എല്ലാ കാര്യങ്ങളുടെയും മധ്യസ്ഥനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നും പറയുന്നു. അപ്പോൾ മഞ്ജുഷേ, നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രഹസന നാടകങ്ങൾക്കപ്പുറം ഇതിൽ യാതൊരുവിധ അർത്ഥവുമുള്ള അന്വേഷണങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ഈ 11th അവർ എന്ന് പറഞ്ഞിട്ടൊരു 11-ാം മണിക്കൂറിലെ ഒരു തിക്കും തിരക്കും ബഹളവും ഈ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് നടക്കുന്ന ഒരു തിക്കും തിരക്കിനപ്പുറമുള്ള ഒന്നും ഉണ്ടാവില്ല. ഇനി ഇത്തരത്തിലൊരു സംഭവം കാണണമെങ്കിൽ 2026 മെയ് മാസത്തിൻ്റെ തുടക്കത്തിലോ ഏപ്രിൽ 15 കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആറിപ്പോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, കേരള ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് എന്താണ് ED ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കാലമായിട്ടും ആരിലേക്കും അന്വേഷണം എത്താൻ സാധിക്കില്ല. നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഹൈക്കോടതിയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു 10% ജനങ്ങൾക്ക് വേണ്ടി MK ഹരിദാസനും ചോദിക്കുകയാണ്, ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അതായത് നമ്മുടെ ശ്രീ ജയരാജൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അറിയാത്ത വിധത്തിലുള്ള നിയമപരിജ്ഞാനം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നും. അതായത് ഇത് PMLA ആക്ട് പരിധിയിൽ വരുന്നില്ല. EDക്ക് അന്വേഷിക്കാൻ എന്താണ് അധികാരം? ഇത് IT ഡിപ്പാർട്ട്മെന്റ് അല്ലേ അന്വേഷിക്കുന്നത്? ശ്രീ ജയരാജ്, ഇന്ന് വരെ ഈ കോടതി ഇപ്പോൾ ലാസ്റ്റ് EDയോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഒരു കൊല്ലമായിട്ട് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഈ അന്വേഷണം എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം? എന്നിട്ടും ഹൈക്കോടതി ചോദിച്ചിട്ടില്ല ഈ കേസ് അന്വേഷിക്കാനുള്ള നിങ്ങളുടെ പരിമിതിയും നിങ്ങൾക്കിതിനുള്ള അധികാരം എന്താണോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ അങ്ങ് ഇവിടെ ചോദിക്കുകയാണ് ഇവിടെ ഈ EDക്ക് ഇതിൽ എന്താണ് പ്രശ്നമെന്ന്. ED വന്നില്ലായിരുന്നുവെങ്കിൽ താങ്കൾ ഒരു 90 കോടിയുടെ കണക്ക് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി. അത് തെറ്റാണ് സാർ. ഇത് 400 കോടിയുടെ ആ നാട്ടുകാരനാണ് സാർ. ഞാൻ തൃശ്ശൂർക്കാരനാണ് ഞാൻ. ഇത് 400 കോടിയുടെ ക്രമക്കേടാണ് സാർ. ജനിച്ചിട്ടില്ലാത്തവരുടെ പേരിൽ പോലും വ്യാജ വായ്പകൾ ഉണ്ടാക്കിയിട്ട് പണം തട്ടിയെടുത്ത കേസിന്റെ വ്യാപ്തി 400 കോടിയാണ്. അതിനിവിടെ ED വന്നപ്പോഴാണ് നിങ്ങൾ പറഞ്ഞു പരത്തി ഈ 90 കോടിയിൽ നിന്നും 400 കോടി രൂപയുടെ ഡെപ്ത് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മഞ്ജുഷ, അവിടെ നടത്തിയിരുന്ന സൂപ്പർ മാർക്കറ്റും അവിടെ നടത്തിയിരുന്ന ഫർണിച്ചർ ബിസിനസ്സിലേക്കും തൃശ്ശൂരിലെ യാതൊരുവിധ രജിസ്ട്രേഷൻ പോലും GST രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് 90 കോടി രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള അന്വേഷണമൊക്കെ എവിടെ എത്തി മഞ്ജുഷേ? അരവിന്ദാക്ഷനെ ഇതുവരെ CPM തള്ളി പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും. മറ്റേ അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജയരാജനോട് ഒരു മറുപടി. താങ്കൾ ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ മുൻ മന്ത്രിയെ ാതെ ചോദ്യം ചെയ്തു. പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ അക്കൗണ്ടിൽ 28 ലക്ഷം രൂപയാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ഭുതമാണ് സാർ. ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് 28 ലക്ഷം. ഉടനെ തന്നെ താങ്കൾ പറയാം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അതിപ്പോൾ അത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഏതൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ 1-ാം നിരയിലുള്ള 2-ാം നിരയിലുള്ള നേതാക്കളുണ്ട്, അവരുടെയൊക്കെ ഭാര്യമാരിപ്പോൾ ജയരാജൻ ബിസിനസ് തുടങ്ങിയത് 90 ലക്ഷം റുപ്യ വൈദേഹ റിസോർട്ടിൽ ഇട്ടിട്ടുള്ളത് ഭാര്യയുടെ പണമല്ലേ? ഞങ്ങൾ വിശ്വസിക്കാം സാർ. മഞ്ജുഷ, ഇതും കൂടി ഒന്ന് പറയാൻ സമ്മതിക്കണം. ഇവിടെ നമ്മുടെ എന്താ പറയേണ്ടത്, അനിലക്കരെ നമ്മളുമായിട്ടുള്ള ചർച്ചകളിൽ മിക്കതിലും ഫോണിലാണ് വന്നിരിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സതീശന്റെ ഡയറിയും അവിടെ 20 വർഷം സെക്രട്ടറി ആയിരുന്ന സുനിൽകുമാറിന്റെ ഡയറിയും
ഈ ED എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ കള്ളപ്പണ ഇടപാട് ഏതൊക്കെ നേതാക്കളാണ് സഹായിച്ചതെന്നും അതിന് അച്ചാരം പറ്റിയവരുടെ പേരുകളും കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീ സംബന്ധിയായ കേസ് ഒതുക്കുന്നതിൽ പോലും സതീശൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സഹായം ചെയ്തു കൊടുത്തതായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ആ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവ് 3 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് പിന്നീട് എനിക്ക് തൃശ്ശൂരിലെ ഒരു വ്യക്തി എനിക്ക് ചോർത്തി തന്ന വിവരമാണ്. മഞ്ജുഷ, എന്താണ് ഇവിടെ നടക്കുന്നത്? കോൺഗ്രസ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കൂടി നടത്തിയ ഒരു നാടകത്തിന് ഇപ്പോ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി കേന്ദ്രത്തിൽ നിന്നും വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഇത് എവിടെ ചെന്നിട്ടാണ് അവസാനിക്കുന്നത്? നല്ലവനായ പത്രപ്രവർത്തകർ